ഹലോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന്. ഞാനല്ല കേട്ടോ, എൻ്റെ ഉമ്മായും വാപ്പായും പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ വന്നോ, എപ്പോഴും നിന്നെ വിളിക്കുമ്പോൾ നീ വരത്തില്ല, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ചോദിക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾ അവിടുന്ന് ഓട്ടോ വിട്ടിട്ടുണ്ട്, മാമായുടെ ഓട്ടോ ഉണ്ട്, നിശാനായും വരുന്നുണ്ട്. അപ്പോൾ നീ അതിനകത്ത് കയറി വന്നാൽ മതി, കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന്. പിന്നെ പറഞ്ഞ അനുസരിച്ചല്ല പറ്റൂ. അങ്ങനെ ഞാൻ വേണ്ട കുറച്ച് ലഗേജൊക്കെ എടുത്ത് വെച്ച്. എൻ്റെ മുഖം കണ്ടാൽ അറിയാം നല്ല വാടിക്കുഴഞ്ഞിരിപ്പുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ എല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഒന്ന് ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒന്നും ഇല്ല. അങ്ങനെ ഇത്ര ലഗേജ് ഉണ്ട് 2 ദിവസത്തേക്ക്. നമുക്ക് ഇത്ര ലഗേജ് ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ഫോണിന് ഹെഡ്ഫോൺ വേണം, ചാർജർ വേണം, അത്രയും മതിയല്ലോ. അങ്ങനെ ഞാൻ ചെരുപ്പിടാൻ പോയ സമയം കൊണ്ട് മക്കൾ രണ്ടുപേരും കയറി ഓട്ടോയിലിരുന്ന് അവർക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുട്ടേന്ന് വിരിഞ്ഞില്ല, രണ്ടെണ്ണത്തിനും വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഫ്രണ്ടിൽ കയറി നിന്നിട്ട് പറയാണ് ഞാൻ വണ്ടി ഓട്ടിക്കും മാമ, ഞാൻ വണ്ടി ഓട്ടിക്കും. അന്നേരം മാമ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങടാന്ന്. അങ്ങനെ വേണ്ട, മാമ വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ടിട്ട് അപ്പോഴത്തേനും ഞാൻ ഗേറ്റ് അടച്ചിട്ട് കയറാമെന്ന് വെച്ച്. അങ്ങനെ ഉമ്മാക്ക് കൈവായതുകൊണ്ട് തന്നെ ഞാൻ ഗേറ്റ് അടച്ചു കയറി. പോകുന്ന വഴിക്ക് ഇക്കാടെ മോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇനി പോകുന്ന വഴിക്ക് 2 സ്ഥലത്തും കൂടെ കയറണം. ഒന്ന് ATM-ൽ, ഒന്ന് മലക്കറി മേടിക്കാനും ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എവിടെയാണ്, മൂന്നാംകുറ്റിയിലെത്തി. മൂന്നാംകുറ്റി പുതിയ ഹോസ്പിറ്റലൊക്കെ വന്നു കേട്ടോ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അലർജിയുണ്ട്, അല്ലാതെ ഉണ്ട്. നല്ല ഹോസ്പിറ്റലാണെന്ന് പോയവരെല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പോയില്ല ഇതുവരെയും, എനിക്കിതുവരെ അങ്ങനെ പോകേണ്ട കാര്യമായിട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ATM-ലൊക്കെ കയറിയിട്ട് ഞങ്ങളിനി നേരെ പോകുന്നത് ഇക്കടെ കടയൊക്കെ കണ്ട് കിച്ചു കൊച്ച അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പെരുമ്പുഴ എത്താറായിട്ടുണ്ട്. പെരുമ്പുഴ എത്തുമ്പോൾ ഇനി മലക്കറി മേടിക്കണം. അപ്പോഴും ഓട്ടോ ഇരുന്നുകൊണ്ട് മക്കൾ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അത് പറയാനായിട്ട് വിട്ടുപോയി. ഇങ്ങ് ഫ്രണ്ടിൽ വന്നു നഖം വെട്ടിയതിൻ്റെ കഥ പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പെരുമ്പുഴ എത്തി. മലക്കറി കടയിലൊക്കെ സാധനം മേടിക്കാനായിട്ട് അനിയത്തി പോയി. ഞാനും മക്കളും മാമായും കൂടെ ഓട്ടോയിലിരുന്ന് അങ്ങനെ നേരെ വീട്ടിലേക്കാണ്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.